ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 12ാമത്തെ ചാപ്റ്ററാണ്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ തിയറിക്ക് അകത്ത് വരുന്നൊരു ചാപ്റ്ററാണ് നമ്മുടെ ഫ്രീഡം, അല്ലേ? അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നോക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഉള്ള കുറേ ചാപ്റ്റേഴ്സൊന്നും വീഡിയോസ് ഇട്ടിട്ടില്ല. പിന്നെ ഇതിപ്പോൾ പൊളിറ്റിക്കൽ തിയറിയുടെ പോർഷൻസ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടും പിന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ക്ലാസ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രീഡം എന്താണെന്ന് നോക്കാം. ഫ്രീഡം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ 2 വൺ വേർഡ്സ് അവിടെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരായിരുന്നു? നെൽസൺ മണ്ടേലയാണ്. നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ആത്മകഥയാണ് ഏത്? ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് നമ്മൾ പറയുന്നത്. ഇത് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കക്കാരനാണ്. അപ്പോൾ അവിടെ ഒരു അപ്പാർത്തൈഡ് സിസ്റ്റം ഉണ്ടായിരുന്നു, കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള ഒരു ഡിഫറൻസസ്. അപ്പോൾ അതിനെതിരെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു തീമാണ് ഇതിനകത്ത് ഉള്ളത്. മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതൊന്നും വേണ്ട. നെൽസൺ മണ്ടേലയുടെ ടെക്സ്റ്റ് ബുക്ക് ഓട്ടോബയോഗ്രഫി ഏതാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം ആണ്. ക്ലിയർ? അടുത്ത് വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ്, മീൻസ് ഒരു വൺ വേർഡ് തന്നെയാണ്, ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഈ ബുക്ക് എഴുതിയത് ആരാണ്? ഓങ് സാൻ സൂക്കി. ആ പ്രൊനൗൺസിയേഷൻ നോക്കുക, ഓങ് സാൻ സൂക്കി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഓങ് സാൻ സൂക്കി ഇവരൊരു ലേഡിയാണ്. ഓക്കെ, അപ്പോൾ ഓങ് സാൻ സൂക്കി എഴുതിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറയുമ്പോൾ, ഓങ് സാൻ സൂക്കി ഒരു മ്യാൻമാറിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവർ കല്യാണം കഴിഞ്ഞ് പോകുന്നത് ഇംഗ്ലണ്ടിലോട്ടാണ്, ഇവരുടെ ഹസ്ബൻഡ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ മ്യാൻമാറിൽ ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടായിരുന്നു. അവിടെ ആർക്കും ഫ്രീഡം ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, പൊളിറ്റിക്കലി ഒത്തിരി ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മ്യാൻമാറിൽ തന്നെ വന്ന് ഇതിനൊക്കെ എതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇതിനൊക്കെതിരെ ശബ്ദം ഉയർത്തുന്നുണ്ട്. കാരണം ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഫ്രീഡം വേണം എന്ന് പറഞ്ഞാണ് ഇവരെവിടെ എന്ത് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ഇവരതിനെതിരെ ഫൈറ്റ് ചെയ്തത് മ്യാൻമാറിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഭരണാധികാരികളെല്ലാം കൂടി ഹൗസ് അറസ്റ്റിൽ വച്ചിരിക്കുകയാണ്. നിലവിലും ഇവർ മ്യാൻമാറിൽ വീട്ടിനകത്ത് തന്നെ, ഹൗസ് അറസ്റ്റ് അറിയാമല്ലോ, വീട്ടിനകത്ത് തന്നെ ഇരിക്കുക, പുറത്തോട്ടൊന്നും എന്താ പറയുക, പുറം ലോകമായിട്ട് വേറൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഹൗസ് അറസ്റ്റിൽ ഇരിക്കുകയാണ് നിലവിലും ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ളൊരു, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇവരുടെ ഹസ്ബൻഡ് ആക്ച്വലി മരിച്ചു പോയിട്ടുണ്ട്. ക്യാൻസർ വന്നിട്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ മരിച്ച ടൈമിൽ പോലും ഇവർ ഇംഗ്ലണ്ടിലോട്ട് പോയില്ല. കാരണം ഇവർ അഥവാ ഇംഗ്ലണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഇവർ പോയില്ല. ഇവരുടെ കുട്ടികളൊക്കെ ഇംഗ്ലണ്ടിൽ തന്നെയാണ്. അപ്പോൾ അതാണ് ഇവരുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്കവിടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരാണ്? ഓങ് സാൻ സൂക്കിയാണ്. മ്യാൻമാറാണ് ഇവരുടെ സ്ഥലം. ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യത്തിലോട്ട് കിടക്കുന്നത്. വാട്ട് ഈസ് ഫ്രീഡം? ഫ്രീഡം, സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ സിംപ്ലി നമുക്ക് പറയാം ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്, അല്ലേ? അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഫ്രീഡം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീഡം ഈസ് സെഡ് ടു എക്സിസ്റ്റ് വെൻ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ഓൺ ഇൻഡിവിജ്വൽ ആർ ആബ്സെൻറ്റ്, അല്ലേ? അതായത് എക്സ്റ്റേണലി നമുക്ക് ബാഹ്യമായിട്ട് ഒരു നിയന്ത്രണങ്ങളും ഇല്ല എന്നുണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് എന്തുള്ളൂ, ഫ്രീഡം ഉണ്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, വേറെ ഒരു കൺട്രോൾസോ വേറെ ഒരു സ്വാധീനങ്ങളോ നമുക്ക് എക്സ്റ്റേണലി വരാൻ പാടില്ല. എനിക്ക് എന്താണോ എനിക്ക് താല്പര്യമുള്ളത്, എനിക്കത് സ്വാതന്ത്ര്യമായിട്ട് വിത്തൗട്ട് ഒരു തരത്തിലും ഒരു നിയന്ത്രണങ്ങളും കൂടാതെ ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ എനിക്ക് ഫ്രീഡം ഉണ്ട്. ഓക്കെ, അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് എന്തുണ്ട്, ഫ്രീഡം ഉണ്ട്. ഓക്കെ, എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ്, നമുക്ക് ഇഷ്ടമുള്ള ആക്ഷൻസ് എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ എക്സ്റ്റേണലി ബാഹ്യമായിട്ടൊരു കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഒരു കൺട്രോൾസ് നമ്മുടെ മേൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാണ്ട് ഒരു കൺട്രോൾസും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഫ്രീഡം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 2 ആസ്പെക്റ്റിൽ നമുക്ക് ഫ്രീഡം പഠിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് 2 ആസ്പെക്ട്സ് ഓഫ് ഫ്രീഡം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഫ്രീഡത്തിൻ്റെ തന്നെ 2 തലങ്ങൾ, 2 ആസ്പെക്ട്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ആസ്പെക്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചൊരു ബാഹ്യമായിട്ടൊരു കൺട്രോളും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അത് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടാലൻസും സ്കിൽസും ഓക്കെ അതൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ പറയുന്നത് ഒരു ഫ്രീഡം അല്ലേ?
അല്ലേ? അതായത് നമുക്കൊരു ടാലൻ്റ് ഉണ്ട്, നമുക്കൊരു പ്രത്യേക സ്കില്ലുണ്ട്. അപ്പോൾ അതൊക്കെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാഹചര്യങ്ങൾ വേണം. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതും എന്ത് തന്നെയാണ്? ഫ്രീഡമാണ്. ഓക്കെ, അപ്പോൾ 2 ആസ്പെക്റ്റാണ് ഇത്. പിന്നെ കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങ് എഴുതാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ എക്സാമിൽ എഴുതുമ്പോഴാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ പോയിൻറ്റ്സ് മനസ്സിലാക്കിക്കൊള്ളുക. ഒന്നാമത്തെ ഒരു ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞത്, പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ കൺട്രോൾസും ഇല്ല, ഒരു ബാഹ്യമായ അല്ലെങ്കിൽ പുറമേ നിന്ന് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്തൊരവസ്ഥ, അത് ഫ്രീഡം എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എന്താണ്? നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടുക, അതും ഫ്രീഡമാണ്. ക്ലിയർ ആണല്ലോ? ഈ 2 ആസ്പെക്റ്റും ക്ലിയർ ആക്കിക്കൊള്ളണം, ഇപ്പോഴേ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം പിന്നീട് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ദ സോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നിയന്ത്രണങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഫ്രീഡം വേണമെങ്കിൽ അവിടെ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഈ നമുക്കിവിടെ പഠിക്കാനുള്ളത് വളരെ സിമ്പിളാണ്. ഈ കൺസ്ട്രെയിൻസ് എവിടെ നിന്നൊക്കെ വരുന്നു, ഈ നിയന്ത്രണങ്ങളുടെ ഉറവിടം എവിടെ നിന്നൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ നിയന്ത്രണങ്ങൾ വരുന്നതെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ കൺസ്ട്രെയിൻസ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതായത് ഗവൺമെൻറ്റിന് നമുക്ക് നേരിട്ട് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വയ്ക്കാറില്ലേ, ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാറില്ലേ? ഓക്കെ, അതിന് പർട്ടിക്കുലറായിട്ടൊരു ആവശ്യം കാണും. പക്ഷേ എങ്കിലും ഈ കൺസ്ട്രെയിൻസ് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള ചില നിയന്ത്രണങ്ങൾ കിട്ടാറുണ്ട് പലപ്പോഴും. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ കൺട്രോൾ, അല്ലേ? അതായത് ഇപ്പം നമുക്കതിന് എക്സാമ്പിൾ പറയുമ്പോൾ കൊളോണിയലിസം നമുക്ക് എക്സാമ്പിൾ പറയാം. മീൻസ് എക്സ്റ്റേണലായിട്ട് പുറമേ നിന്നൊരു ഫോഴ്സ് വന്നിട്ട് നമ്മളെ ഫുള്ള് കൺട്രോൾ ചെയ്യാണ്. നമുക്കറിയാവുന്നതാണല്ലോ, നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് നമ്മളെ അടിച്ചമർത്തി നമ്മളെ കൺട്രോൾ ചെയ്ത് പോയിരുന്ന ആ ഒരു കാലയളവൊക്കെ. അപ്പം അങ്ങനെയും ഒരു കൺസ്ട്രെയിൻറ്റ് നമുക്ക് വന്നേക്കാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പം കാസ്റ്റ് സിസ്റ്റം, ഇപ്പം ജാതി വ്യവസ്ഥയൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അസമത്വങ്ങൾ എന്ന് പറയുമ്പോൾ മീൻസ് ഇപ്പോൾ ജാതി വ്യവസ്ഥയൊക്കെ ആയാലും ഒരുപാട് ഇതുപോലുള്ള നിയന്ത്രണങ്ങളല്ലേ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇപ്പോൾ കുറച്ചൊക്കെ മുന്നേയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കുഞ്ഞു ക്ലാസ്സിലൊക്കെ. എന്ന് പറയുമ്പോൾ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിലനിർത്തിക്കൊണ്ട് അവിടെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് നിയന്ത്രണങ്ങളാണ് കൊണ്ടുവയ്ക്കുന്നത്. ഒത്തിരി റെസ്ട്രിക്ഷൻസ് ആണ് നമ്മുടെ ചുറ്റിനും കൊണ്ടുവയ്ക്കുന്നത്, അല്ലേ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് ഈ ജാതി വ്യവസ്ഥയുടെ പേരിൽ കൊണ്ടുവയ്ക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വങ്ങൾ കൂടിയാണിതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കൺസ്ട്രെയിൻസ് നമുക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഒരു ഡോമിനൻസ്, അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ കൺട്രോൾ വന്നിട്ട്, ഇപ്പോൾ കൊളോണിയലിസം പോലെയൊക്കെ വേറൊരു ഫോഴ്സ് വന്നിട്ട് നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥ ബേസ് ചെയ്ത് വരുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാളിറ്റീസ് വെച്ചിട്ടും കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ, കൺസ്ട്രെയിൻസ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടത് കുറേ നിയന്ത്രണങ്ങളാണ്, കൺട്രോളാണ്. ഓക്കെ, അത് നമുക്ക് വന്നേക്കാമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വരുന്നൊരു ടോപ്പിക്കാണ് വൈ ഡു വി നീഡ് കൺസ്ട്രെയിൻസ് എന്നുള്ളത്. അതായത് ഈ ഒരു കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതൊരു ആവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊരു നിയന്ത്രണവും നമ്മുടെ മുമ്പിൽ വയ്ക്കാണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് തന്നെ നിങ്ങളുടെ അടുത്ത് പറയണം, അത് നിങ്ങളൊരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു ഉപദേശവും തരുന്നില്ല, ഒരു നിയന്ത്രണങ്ങളും വയ്ക്കുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാണ്. അങ്ങനെയെങ്കിൽ നമുക്കായാലും നിങ്ങൾ എന്ത് ചെയ്യുമോടെ? നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യുമല്ലേ? അതായത് ഇപ്പം മീൻസ് ഒരു കാര്യം നമ്മുടെ അടുത്ത് ചെയ്യരുത് എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണോ നമ്മൾ ചെയ്യും. ചിലപ്പോൾ നമ്മൾ വഴിതെറ്റി അങ്ങ് പോകാനും കാരണമായേക്കാം, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ എടുക്കുമ്പോഴും ഗവൺമെൻറ് പറയാണ് ജനങ്ങളോട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എവിടെ കിടന്നും എന്തായിരിക്കും? അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും രാജ്യത്തിന് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്
ചില കൺസ്ട്രെയിൻസ്, ചില നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലും പറഞ്ഞല്ലോ, ഗവൺമെൻറ് തന്നെ ചില നിയന്ത്രണങ്ങൾ നമുക്ക് ജനങ്ങൾക്കിടയിൽ കൊണ്ടുതരുമെന്നുള്ളത്. ഓക്കെ, അപ്പം അത് എന്ന് പറയുന്നത് ഇതുപോലെ എന്താ പറയുക, സമൂഹത്തിൽ ലോ ആൻഡ് ഓർഡറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തന്നെ അറിയാവുന്നതാണ്, നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ശരിയാണ്. പക്ഷേ എങ്കിലും അതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് സംസാരിക്കാം. നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ. നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലേ. മീൻസ് നമ്മുടെ ഒപ്പീനിയൻസ് പറയാം, എന്തും പറയാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ മറ്റൊരാൾക്ക് എതിരായിട്ട് വളരെ സീവിയറായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ? ഇല്ല അല്ലേ. ഇപ്പോൾ ഒരു പൊതുവേദി നിന്നിട്ട് നമ്മളൊരാളെ കുറ്റം പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുള്ള റൈറ്റൊന്നും നമുക്കില്ല, അങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യാൻ മാത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തൊരു ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ ചില റെസ്ട്രിക്ഷൻസും നമുക്ക് ഗവൺമെൻറ് കൊണ്ട് തരാറുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വേറെ ഡിസ്റ്റർബൻസസ് ഒന്നും ഉണ്ടാവാതെ എന്താ പറയുക, പീസ്ഫുള്ളായിട്ട് പോവാൻ, കണ്ടീഷൻസ് പീസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചില കൺസ്ട്രെയിൻസ് ഗവൺമെൻറ്റിന് തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്, സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നോക്കുമ്പോൾ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരാണുള്ളത് അല്ലേ. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേരും 50 സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു രാജ്യം മുഴുവൻ ഒന്ന് കൺസിഡർ ചെയ്താൽ വെറൈറ്റി ഓഫ് എന്താ പറയുക, എത്രയൊക്കെ സ്വഭാവ ടൈപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഒത്തൊരുമയോടുകൂടി പോവുക എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോസിബിൾ ആണല്ലേ. ഇവരുടെ ഇടയിൽ എന്ത് വരാം, ക്ലാഷസ് വരാം. ഓക്കെ, വാക്ക് തർക്കങ്ങൾ വരാം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഫ്രീഡം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അങ്ങ് ഫ്രീഡം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ രാജ്യത്തെ മുഴുവനായിട്ട് അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നിയമപരമായിട്ട്, ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിയമപരമായിട്ട് ഭരണഘടനാപരമായും നിയമപരവുമായിട്ട് ചില കൺസ്ട്രെയിൻസ്, ചില റെസ്ട്രിക്ഷൻസ് ജനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, എന്ന് പറയുമ്പോൾ അത് ഒരു സമൂഹത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ തടയിടാനൊന്നും വേണ്ടിയിട്ടല്ല. നമ്മുടെ എന്താ പറയുക, നമുക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷേ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ലിമിറ്റ് ചെയ്ത് നിർത്തണം. ഏത് കാര്യത്തിനും ഒരു ലിമിറ്റേഷൻ ഇല്ല. അപ്പോൾ അതുപോലെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൺസ്ട്രെയിൻസ് ഗവൺമെൻറ് കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. ഇത് വായിക്കാനായിട്ട് ഒത്തിരി ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കൺസ്ട്രെയിൻസ് വരുന്നത് ഇത്തരത്തിൽ വേറെ ഫ്രീഡം കാരണം വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ ആ ഫ്രീഡത്തെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിർത്തി അങ്ങനെ സമൂഹത്തെയും രാജ്യത്തെയും ഒക്കെ എന്താ പറയുക, ലോ ആൻഡ് ഓർഡർ പീസ്ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിയമപരമായിട്ട് ഇത്തരത്തിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മളെ ഫ്രീഡത്തെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെയല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മുടെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന നെൽസൺ മണ്ടേലയുടെ ആത്മകഥ നമ്മൾ പഠിച്ചു. പിന്നെ ഓങ് സാൻ സൂക്കി എഴുതിയ ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിച്ചു. പിന്നെ എന്താ ഫ്രീഡം എന്താണെന്ന് പറഞ്ഞു, അതിന് 2 ആസ്പെക്ട്സ് എന്താണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ കൺട്രോൾ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കാനൊരു സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ 2 തലങ്ങളിൽ നമ്മൾ ഫ്രീഡം ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് കൺസ്ട്രെയിൻസ് എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരുന്നു, കൊളോണിയലിസം അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്ന് വരുന്നു, കാസ്റ്റ് ബേസ് ചെയ്തുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാളിറ്റീസിൽ നിന്ന് വരുന്നു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ കൺസ്ട്രെയിൻസ്, ഈ നിയന്ത്രണങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അല്ലേ. നമ്മുടെ സമൂഹം നന്നായിട്ട് വളരെ ബെനിഫിഷ്യറി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക കമൻറ്റിൽ ചോദിക്കുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് കണ്ടിട്ട് ടെക്സ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. അപ്പം പക്കയായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനൊരു ബേസ് ഐഡിയ ആണ് ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് കൂടി വായിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേഗം തന്നെ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കുറച്ച് തിരക്കുകളാണ്, പക്ഷേ എങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.